ചേച്ചി, ചേച്ചിയുടെ വിഷമം മനസ്സിലാക്കാൻ കഴിയാഞ്ഞിട്ടില്ല. ഒരാളുടെ തീരുമാനത്തെ മറ്റുള്ളവർ സ്വാധീനിക്കുന്ന എനിക്കിഷ്ടമുള്ള കാര്യമല്ല. പക്ഷേ എത്ര നാളെന്ന് വെച്ചാൽ ഇങ്ങനെ കഴിയും? ചേച്ചിക്കൊരു മാറ്റം ആവശ്യമാണ്. ഇല്ലെങ്കിൽ മാനസികമായി ഇനിയും തളരുകയുള്ളൂ. റോയ് ചായന്റെ സ്ഥാനത്ത് മറ്റൊരാളെ അത്ര എളുപ്പം സ്വീകരിക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. ഒരു പുതിയ ജീവിതത്തിലേക്ക് കടന്നാൽ കഴിഞ്ഞതൊക്കെ ക്രമേണ മറക്കാൻ കഴിയും. എല്ലാം ചേച്ചിയുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് കരുതിയാൽ മതി. ഞങ്ങൾ വിചാരിച്ചു രണ്ടുപേരും ഇങ്ങോട്ടുള്ള വഴിയൊക്കെ മറന്നുപോയെന്ന്. ഇടയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങണമെന്നൊക്കെ വിചാരിക്കും. തിരക്കൊഴിഞ്ഞിട്ട് സമയം കിട്ടണ്ടേ? പോലീസുകാരുടെ കാര്യമല്ലേ അളിയാ? അല്ലയോ, പിന്നെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിശേഷങ്ങളേ ഉള്ളൂ അല്ലേ അലീസേ? അതെ അതെ, റോയിച്ചൻ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി. അത് നന്നായി. എത്ര തിരക്കാണെങ്കിലും രണ്ടുപേരും ഒന്ന് കാണാൻ കിട്ടുമല്ലോ. ആ, എന്റെ ട്രാൻസ്ഫർ അല്ലാതെ മറ്റൊരു വിശേഷം കൂടി ഉണ്ട്. നമ്മുടെ ആലീസിനിപ്പോ നല്ല പച്ചമാങ്ങയും വാളംപുളിയും ഒക്കെയാണ് ഇഷ്ടം. എന്നാ ഞാൻ എസ്റ്റേറ്റിലേക്ക് വിളിച്ചു പറഞ്ഞ് ഒരു ലോഡ് മാങ്ങയും വാളംപുളി ഇപ്പൊ തന്നെ ഇറക്കാനുള്ള ഏർപ്പാട് ചെയ്യാം. നിനക്ക് മനസ്സിലായില്ലേ? നമ്മുടെ ആലീസ് കുട്ടി അമ്മയാകാൻ പോവുകയാ. എന്നാൽ ഇനി ഞങ്ങൾ ആലീസിനെ പ്രസവം കഴിഞ്ഞേ വിടത്തുള്ളൂ. അയ്യോ, അത് പറ്റില്ല. നാളെ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യാനുള്ളതാ. ഞങ്ങൾക്ക് ഇന്ന് തന്നെ പോണം. എവിടെ പോവാനാ? രണ്ടുപേരും ഇവിടെ തന്നെ താമസിച്ചാ മതി. അത് വേണ്ടല്ലേ, നീണ്ടൂർ എന്റെ ഒരു വീട് വെറുതെ ഒഴിഞ്ഞടക്കല്ലേ. അവിടെ ഫുൾ അറേഞ്ച് ചെയ്തിട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനിയിപ്പോ നിങ്ങളുടെ ഇഷ്ടം. അല്ല, നമ്മുടെ ജോസൂട്ടിയും തങ്ങ രണ്ടും കൂടി കഴിഞ്ഞ ആഴ്ച ഹോസ്റ്റലിൽ നിന്ന് വന്നിട്ട് പോയത്. ഇനിയിപ്പോ അവന്മാരെ അടുത്ത വെക്കേഷൻ നോക്കിയാൽ മതി. ഇനി വിശേഷങ്ങളൊക്കെ നമുക്ക് കാപ്പ് കുടിച്ചേച്ച് പറയാം. വന്നാട്ടെ. അതെ, ഒരു കാപ്പിയിൽ മാത്രം ഒതുക്കാന്ന് വിചാരിക്കണ്ട. ഏലമ്മ ചേച്ചിയുടെ സ്പെഷ്യൽ ഐറ്റം ആയ കരളൊലത്തീതും ആട്ടിറച്ചിയും കൂട്ടി ഉച്ചയ്ക്ക് ഊണൂടെ കഴിച്ചിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നുള്ളൂ. ഏലമ്മ സ്പെഷ്യൽ എപ്പോഴും റെഡിയാ. ഹലോ, ചേട്ടനാണോ? ആ, ഞാൻ പങ്കന. ആ ഉപ്പണ്ണൻകാരുടെ അളിയനുണ്ടല്ലോ, ആ റോയ്, ആ പുതിയ SP. ആ, അവൻ നമ്മുടെ ഗോഡൌൺ റെയ്ഡ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നൊരു അറിവ് കിട്ടി. അതുകൊണ്ട് കണക്കിൽപ്പെടാത്ത സ്പിരിറ്റും മറ്റ് കെമിക്കൽസും ഉടനെ തന്നെ അവിടുന്ന് മാറ്റണം. ശരി. ആ, വേഗം വേഗം. ഒന്ന് വേഗം ആകട്ടെ. ഇതുവരെ 8 വീട്ടുകാരുടെ ഗോഡൌൺ റെയ്ഡ് ചെയ്യാൻ ആരും ധൈര്യം കാണിച്ചിട്ടില്ല. ഉപ്പുകണ്ടാളിയന്മാരുടെ വാക്ക് കേട്ട് ഞങ്ങളോട് കളിച്ചാൽ നിന്റെ ഈ തൊപ്പി 8 വീടന്മാർ തെറിപ്പിക്കും. ഓർത്തോ? എന്നാ തെറിപ്പിക്കടാ തെണ്ടി. നടക്കടാ.
ഗോഡൌൺ റെയ്ഡും എട്ടുവീട്ടിൽ വാസുവിളെ അറസ്റ്റ് ചെയ്തതെല്ലാം എന്റെ ആങ്ങളമാര് ചെയ്യിച്ചാണെന്നേ അവര് പറയും. ആരെന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമല്ല. എന്റെ ഡ്യൂട്ടിയെ ഞാൻ ചെയ്തോളൂ. ഇനി തന്റെ ആങ്ങളമാരായിരുന്നാലും ശരി, എന്തെങ്കിലും പോക്കരുത്തരം കാണിച്ചാ എല്ലാറ്റിനും ഞാൻ പിടിച്ചകത്താക്കും. പിന്നെ പിന്നെ എന്താ പിടിച്ചകത്തിട്ടാല്? ആരെ ഈ അസമയത്ത് മെനക്കെടുത്ത?
ആലീസേ, ഇത് എന്നായിരിപ്പായി ഇരിക്കുന്നേ? ചെറുക്കനും കൂട്ടരും നിന്നെ കാണാനല്ലേ അവിടെ വന്നിരിക്കുന്നേ? കണ്ണു മുഖം കഴിയിട്ട് വേഗം വന്നേ. വാ. പോളച്ചനും ജോസൂട്ടിയും എസ്റ്റേറ്റ് വരെ പോയിരിക്കുക. അവരിപ്പോ ഇങ്ങെത്തും. ഓഹോ, തീരെ ഒഴിവാക്കാൻ പറ്റാത്തൊരു പ്രശ്നമായതുകൊണ്ടാ. വാ മോളെ. അടുത്ത മാസം 5-ാം തീയതി വരെ ആന്റണിക്ക് ലീവ് ഉള്ളൂ. അതിനു മുമ്പ് കല്യാണം നടത്തണമെന്ന് ഞങ്ങളുടെ ആഗ്രഹം. അടുത്ത ഞായറാഴ്ച മനസ്സോദ്യം വെച്ചാൽ സൗകര്യമായിരിക്കും. അതിന് ഞങ്ങൾക്ക് പരിപൂർണ്ണ സമ്മതമാണ്. അയ്യോ, ഞായറാഴ്ച അച്ഛന് സൗകര്യപ്പെടുമെന്ന് പള്ളിയിലൊന്ന് അന്വേഷിക്കണമായിരുന്നു. ഓ, അച്ഛൻ അവിടെ പോവാന്? ഞായറാഴ്ച മനസ്സമ്മതം ഉണ്ടെന്ന് പറഞ്ഞ വെള്ളിയാഴ്ച അച്ഛനിങ്ങെത്തും. അപ്പൊ അടുത്ത ഞായറാഴ്ച തന്നെ ഫിക്സ് ചെയ്യാം. എന്താ? ആയിക്കോട്ടെ. പിന്നെ ഇവിടെ മുതലുള്ള എല്ലാ കടകളിലും വഴികളിലും സിമന്റ് ഇടണം. അല്ല, അതിനുള്ള ഫണ്ട് പഞ്ചായത്തിൽ പറയുന്നത് അനുസരിച്ചാൽ മതി. ഫണ്ടൊക്കെ സർക്കാർ ഇത് ഞാൻ വാങ്ങിച്ചു തരാം. പിന്നൊരു കാര്യം, ഇവിടെയുള്ള എല്ലാ കടകളിലും പഞ്ചായത്ത് ചെലവിൽ ദിവസവും നല്ല സെന്റ് അടിക്കണം. നല്ല മണക്കും. പ്രസിഡന്റ് പറയുന്നത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ. എന്നാലേ പ്രസിഡന്റ് എന്റെ അമ്മച്ചിയാണെങ്കിലും ഭരണം നടത്തുന്നത് ഞാനാണ്. അതാണ് ഇവിടുത്തെ നാട്ടു നടപ്പ്. മന്ത്രിമാരെക്കാളും പവർ മന്ത്രിപുത്രന്മാർക്കാണ്, അല്ലേ അമ്മച്ചി? അതേടാ മാർക്കറ്റിൽ ഈച്ചശല്യം ആ വേലയൊക്കെ മനസ്സിലിരിക്കട്ടെ. എന്റെ ഇരട്ടപ്പേര് ഈച്ചയാണെന്ന് അറിഞ്ഞോണ്ടല്ലേ സാർ അങ്ങനെ താങ്ങിയത്. ചന്തയിൽ പിന്നെ മീന്റെ പുറത്തിരിക്കാൻ ഈച്ചയല്ലേ ആന വരുവാ. വായടക്ക് എന്ത് പറഞ്ഞാലും നിർത്തി. പിന്നെ ഇവിടെയുള്ള എല്ലാ കച്ചവടക്കാർക്കും ഓരോ മണിക്കൂർ ഇടവിട്ട് മോരും നാരങ്ങ വെള്ളം വിതരണം ചെയ്യണം, പഞ്ചായത്തി ചെലവിൽ. അതിന്റെ കോൺട്രാക്ട് എഞ്ചിനീയർ സാർ എനിക്ക് തന്നെ തരണം. ഇപ്പോഴേ 10 കാശുണ്ടാക്കാനൊക്കത്തുള്ളൂ. കുഞ്ഞീശോ, ഓ, അത് മാത്രം വേണ്ട, നിന്നെ വരെ ഞാൻ സഹിക്കും. പക്ഷേ അഴിമതി അത് ഒരിക്കലും ഈ കുഞ്ഞനമ്മ സഹിക്കില്ല. അമ്മച്ചി കരകയറാൻ സമ്മതിക്കൂലല്ലേ? മനസ്സ് ചോദ്യത്തിന് കറികളുടെ എണ്ണം കൂടി പോയെന്നും പറഞ്ഞ ആളുകൾ ഇതുവരെ പരാതി പറഞ്ഞ ചരിത്രമുണ്ടോ? ഇല്ലേ? അതാ ഞാൻ പറഞ്ഞു. കോഴിയും താറാവും വേണം. പിന്നെ ആട്ടിറച്ചിയും കരളും കൂടി മിക്സ് ചെയ്തുള്ള ഏരമ്മ സ്പെഷ്യൽ, അത് ഞാൻ തന്നെ ഉണ്ടായിക്കോളാം. പിന്നെ ചേച്ചിക്കുള്ള കല്യാണ സാരി ഞാൻ വാങ്ങിച്ചോളാം. ശരി ശരി. അപ്പൊ ഡ്രസ്സിന്റെ കാര്യം ജോസൂട്ടി, ആഹാരത്തിന്റെ കാര്യം ഏലമ്മേ. ഞാനേ. എടാ തങ്കച്ചോ, ഓ, നിനക്ക് എന്തോന്നിന്റെ ചുമതലയാടാ വേണ്ടത്? എനിക്ക് മൊത്തത്തിൽ എല്ലാത്തിന്റെയും ഒരു ഓവറോൾ ചാർജ് എന്നാ മതി. ഓവർ ആക്കാതിരുന്നാ മതി. അയ്യേ, ഛെ. ആലീസിന്റെ കല്യാണം കഴിഞ്ഞിട്ട് വേണം പോളച്ചാനെ പിടിച്ച് കെട്ടിക്കാൻ. അതെ. അതെ, ഇച്ചായനെ കെട്ടണമെങ്കിൽ അത് പറഞ്ഞാ പോരെ. പോളച്ചായൻ കല്യാണം കഴിക്കില്ലെന്ന് ശപഥം ചെയ്തിരിക്കുക. ആഹാ, എങ്കിൽ പിന്നെ ഞാൻ അങ്ങ് ഓവർടേക്ക് ചെയ്യും. ആരാരെയൊക്കെ ഓവർടേക്കും എന്ന് കർത്താവിന് അറിയാം. അതെ തങ്കച്ച, ഞങ്ങളുടെ ഒക്കെ കല്യാണം കഴിഞ്ഞ് നിന്റേതാവുമ്പോ കൊല്ലം 10-12 കഴിയുമല്ലോടാ. ഓ, അതൊന്നും സാരമില്ലെന്നേ. ഇനി ഒന്ന് പണിയല്ലേ, ഞാൻ മറ്റേ കാര്യം പറഞ്ഞു കൊടുക്കും. എങ്കിൽ ഇടിച്ച് നിന്റെ ഷേപ്പ് മാറ്റും. എന്തുവാടാ എപ്പോഴും രണ്ടുപേരും കൂടെ കുശുചിത്തോണ്ടിരിക്കുന്നത്? അല്ലേ ചെയ്യവൻ പറയാ ഇവന് കല്യാണം വേണ്ട, സെമിനാരി ചേരണം, അച്ഛനാവണമെന്ന്. ഇവന്റെ സ്വഭാവത്തിന് ഇവരുടെ അച്ഛൻ തന്നെ ആവണം. ആകും 10-12 പിള്ളേർ. കറിയാച്ചൻ സാറേ, ആഹാ, തോമാച്ചനോ? എന്താടോ? ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അഡ്വാൻസ് കമ്മീഷനാ. അത് തന്നെ. വാ തോമാച്ച, എന്താടോ വിശേഷിച്ച്? എടാ, ഇത് പറയാനാണോ നീ ഇങ്ങോട്ട് വന്നത്? ഞങ്ങളുടെ പെങ്ങളെ കുറിച്ച് അവനെങ്കിലും അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. എന്നേച്ചാ കാര്യം? നാളെ മനസ്സ് ചോദ്യം നടക്കില്ല. കല്യാണം മുടക്കി നമ്മളോട് പകരം വീട്ടാമെന്ന ആ 8 വീട്ടിലെ നാരികൾ കരുതുന്നു. കണ്ടവനെല്ലാം കയറിയിറങ്ങാൻ 8 വീട്ടിലെ പോലെ വാതിലുകൾ ഉപ്പ് കണ്ടത്തില്ലെന്ന ചെറ്റകളോട് പോയി പറയടാ, പോയി പറയാൻ. ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ല. ഇപ്പൊ തന്നെ കുറലിങ്ങാട്ട് പോയി ചോദിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. വേണ്ട ഇച്ചയ, എന്ത് വിശ്വസിച്ചാ അവന്റെ കൂടെ നമ്മൾ ചേച്ചിയെ പറഞ്ഞു വിടുന്നത്? ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ പറയുന്നത് കേട്ട് തീരുമാനം മാറ്റുന്ന നട്ടലില്ലാത്തവരുമായിട്ടുള്ള ബന്ധം നമുക്ക് വേണ്ട. നമ്മളെ കൊച്ചു വെളുപ്പാൻ കാലത്ത് പശുവിനെ കറക്കാൻ വന്ന കറവക്കാരന്റെ കൂടെ ഒളിച്ചോടി അങ്ങ് മൂന്നാറിലും മാട്ടുപ്പെട്ടിയിലും പോയി അന്തി ഉറങ്ങി ഗർഭിണിയായ നിന്റെ പുന്നാര പെങ്ങളെ ഒരു മന്ദബുദ്ധിക്കാരന്റെ തലയിൽ കെട്ടിവെച്ച പാരമ്പര്യം ഉപ്പുണ്ട കറക്കലടാ പട്ടി. എടാ കറിയായേ, എടാ അനന്തമ്പിളി ഒന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ
ഉപ്പുകണ്ടത്തിലെ പല പിള്ളേരും എന്നെ അപ്പാന്നോ അച്ചാന്നോ ഒക്കെ വിളിച്ചേന്. അച്ഛനെന്നല്ല, നിന്റെ അമ്മയുടെ നായരെന്ന് വിളിക്കാമടാ. ദേ, പല തന്തയുടെ സ്വഭാവം ഞങ്ങളോട് കാണിച്ചാലുണ്ടല്ലോ, എന്റെ അനുജനെ കൊന്നിട്ട് ജയിലിൽ പോയവനാ ഞങ്ങളോട് സേവിച്ചു. മേലിൽ ഈ വക പോക്കരുത്തരം ഞങ്ങളോട് കാണിച്ചാൽ നിന്നെയെല്ലാം കുലത്തോട് തട്ടിയിട്ട് വീണ്ടും അങ്ങോട്ട് പോവാൻ ഞങ്ങൾക്ക് ആർക്കും മടിയില്ല.